ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിസ്റ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരു ഹാഫ് എച്ച് പി മോട്ടർ, പിന്നെ ഒരു ടൈമർ. ഇത് നമുക്ക് ഡിജിറ്റലോ അനലോഗോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു അനലോഗ് ടൈമറാണ്. അതുപോലെ ഹാഫ് എച്ച് പി മോട്ടർ. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു 2-വേ വാൾവാണ്. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗ്ലേഴ്സാണ്. ഞാനിവിടെ 9 സ്പ്രിംഗ്ലറാണ് ടോട്ടൽ ഉപയോഗിച്ചുള്ളത്. അതിനുശേഷം അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കണക്ടർ. ഇവിടെ ഞാൻ കണക്ടറായിട്ട് ഉപയോഗിച്ചുള്ളത് ഒരു ചെറിയ പൈപ്പിൻ്റെ കഷ്ണമാണ്. എന്ന് വെച്ചാൽ ഇതിൽ കറക്റ്റ് സ്യൂട്ടായിട്ടുള്ള കണക്ടർ എനിക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പൈപ്പിൻ്റെ പീസ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായി വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2-വേ വാൾവും മോട്ടറായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു പൈപ്പും അതിൻ്റെ കണക്ടറാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4mm അഗ്രികൾച്ചറൽ പൈപ്പാണ്. നമ്മുടെ സ്പ്രിംഗ്ലേഴ്സ് വരുന്നത് 4mm കണക്ടറായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് കണക്ഷൻ എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം. ഇതിൽ രണ്ട് ലൈനാണ് വരുന്നത്. ഒന്ന് ഇൻലൈനും ഒന്ന് ഔട്ട് ലൈനും. ഇൻലൈൻ ഈ റെഡും ബ്ലാക്കും കാണുന്നത് ഇൻലൈനും യെല്ലോയും ബ്ലാക്കും കാണുന്നത് ഔട്ടും. ഇൻപുട്ട് ലൈൻ നമുക്ക് നേരിട്ട് പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ ഔട്ട് ലൈൻ നമുക്ക് നമ്മുടെ മോട്ടറായിട്ടും കണക്ട് ചെയ്യാം. ഈ ടൈമറിൽ നമുക്ക് വരുന്നത് രണ്ട് ബട്ടൺസ് ആണ്. ഒന്ന് ഓൺ ടൈമും ഒന്ന് ഓഫ് ടൈമും. ഓൺ ടൈം എന്ന് വെച്ചാൽ നമ്മുടെ മോട്ടർ എത്ര നേരം വർക്ക് ചെയ്യണം എന്നുള്ളതും, ഓഫ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നേരം ഗ്യാപ്പ് വേണമെന്നുള്ളതും, എത്ര ടൈം കഴിഞ്ഞിട്ടാണ് പിന്നീട് മോട്ടർ ഓൺ ആവേണ്ടത് എന്നുള്ള ടൈമർ. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. എല്ലാ ജോയിൻറ്റ്സ് നമ്മൾ നല്ല രീതിയിൽ ഇൻസുലേഷൻ ടാപ്പ് വെച്ച് ഒട്ടിച്ച് നീറ്റാക്കി എടുക്കണം. ഇപ്പം നമ്മൾ ടൈമറും മോട്ടറും തമ്മിലുള്ള വയറിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലംബിംഗ് വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടർ സെൽഫ് പ്രൈമിംഗ് മോട്ടറാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ നമ്മുടെ വീട്ടിലത്തെ വാട്ടർ സപ്ലൈ എന്നാണ് ഞാൻ ഇതിന് വേണ്ടിയുള്ള കണക്ഷൻ എടുക്കുന്നത്. ഞാനിതിൽ എത്ര ടി ഉപയോഗിച്ചു അല്ലെങ്കിൽ എത്ര എൽ ഉപയോഗിച്ചു എന്നൊന്നും പറയുന്നില്ല. കാരണം ഇത് ഓരോ വീട്ടിലും വ്യത്യസ്തമായിരിക്കും. പൈപ്പ് ലൈൻ അനുസരിച്ച് നമ്മൾ അതിൻ്റെ കണക്ഷൻ എടുക്കുക. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മെയിൻ ലൈനിൽ നിന്ന് നമ്മുടെ മോട്ടറിലേക്ക് വെള്ളം എത്തിക്കുക.
ഇപ്പം നമ്മുടെ മോട്ടറിലേക്കുള്ള ലൈൻ എല്ലാം ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് മോട്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ലൈനാണ് ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ കണക്ഷനൊക്കെ നല്ല രീതിയിൽ കൊടുത്തു. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നമ്മുടെ വാട്ടറിന് പ്രഷർ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നല്ല പ്രഷർ വരുന്നുണ്ട്. അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ 2 വേ വാൾവായിട്ട് ഈ പൈപ്പിലെ ചെറിയൊരു പൈപ്പിൻ്റെ പീസ് വെച്ച് കണക്ട് ചെയ്യണം. ഇത് നമുക്ക് ഈ പൈപ്പാണ് നമ്മൾ 4mm അഗ്രികൾച്ചർ പൈപ്പായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മൾ അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 4mm അഗ്രികൾച്ചർ പൈപ്പ് ഏകദേശം 1 മീറ്റർ അകലത്തിൽ വെച്ച് കട്ട് ചെയ്യാണ്. അങ്ങനെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം 9 പീസുകളാണ്. 9 സ്പ്രിംഗ്ലേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം 1 മീറ്റർ വെച്ച് കട്ട് ചെയ്ത് അതിൽ നമ്മൾ സ്പ്രിംഗ്ലേഴ്സ് കണക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷായി. ഇനി നമുക്ക് അവസാന സ്റ്റേജായിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാം. നമ്മുടെ ലൈനെല്ലാം നല്ല രീതിയിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നമ്മുടെ മോട്ടറായിട്ട് കണക്ട് ചെയ്യണം. നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷായി.